വിരലിൻ്റെ കാര്യത്തിലാണേലും യാത്രയുടെ കാര്യത്തിലാണേലും രണ്ടും മുറിഞ്ഞു പോകാതെ തുന്നിച്ചേർത്തത് കിംസ് അൽ ഷിഫയിലെ ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെൻ്ററാണ്. ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. ക്ഷേമ പ്രവർത്തനങ്ങൾക്കും സാമൂഹ്യ സുരക്ഷയ്ക്കും ഊന്നൽ നൽകി കൊണ്ടോട്ടി നഗരസഭാ ബജറ്റ്. നഗര സൗന്ദര്യവൽക്കരണം, കുടിവെള്ളം, പാർപ്പിടം, റോഡ്, മാലിന്യ സംസ്കരണം, ആരോഗ്യ വിദ്യാഭ്യാസ രംഗം, ലഹരി വ്യാപനം തടയുക തുടങ്ങിയ അടിസ്ഥാന സൗകര്യ വികസനത്തിനും സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾക്കും ഊന്നൽ നൽകിക്കൊണ്ടുള്ള 2025-26 വാർഷിക ബജറ്റ് ധനകാര്യ സ്ഥിരം സമിതി അംഗം കൂടിയായ ഉപാധ്യക്ഷൻ അഷ്റഫ് മടാൻ അവതരിപ്പിച്ചു. നഗരസൗന്ദര്യവൽക്കരണം, കുടിവെള്ളം, പാർപ്പിടം, റോഡ്, മാലിന്യ സംസ്കരണം, ആരോഗ്യ വിദ്യാഭ്യാസ രംഗം, ലഹരി വ്യാപനം തടയുക തുടങ്ങിയ അടിസ്ഥാന സൗകര്യ വികസനത്തിനും സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾക്കും ഊന്നൽ നൽകിയാണ് കൊണ്ടോട്ടി നഗരസഭയുടെ പുതിയ ബജറ്റ് അവതരിപ്പിച്ചത്. നഗരസഭാ ഉപാധ്യക്ഷൻ അഷ്റഫ് മടാനാണ് 93,54,16,706 രൂപ വരവും 81,10,04,750 രൂപ ചെലവും 12,44,11,956 രൂപ നീക്കിയിരിപ്പുമുള്ള ബജറ്റ് അവതരിപ്പിച്ചത്. 80,80,30,793 രൂപ തന്നാട് വരവും ഉൾപ്പെടെ 93,54,16,706 രൂപ ആകെ വരവും 81,10,04,750 രൂപ ചെലവും 12,44,11,956 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന 2025-26 ബഡ്ജറ്റാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. ഈ വർഷം തുടങ്ങാനിരിക്കുന്ന വികസന പദ്ധതികളും നടന്നുകൊണ്ടിരിക്കുന്ന ജനക്ഷേമ പ്രവർത്തനങ്ങളും തുക അടിസ്ഥാനത്തിൽ ജസ്റ്റ് ഒന്ന് വായിക്കാം. ഉൽപാദന മേഖലയിൽ തെങ്ങിന് ജൈവവളം 9,40,000. നഗരപരിധിയിലെ കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരമാകുന്ന കിഫ്ബി കുടിവെള്ള പദ്ധതി യാഥാർത്ഥ്യമാവുകയാണ്. 1 മുതൽ 12 വാർഡുകളിലായി 4,000 ഹൗസ് കണക്ഷനുകളാണ് നൽകിയത്. 30 മുതൽ 40 വരെ വാർഡുകളിൽ 5,000 കണക്ഷനുകൾ ഉടൻ നൽകും. ഇതിന്റെ പൂർത്തീകരണ പ്രവർത്തനങ്ങൾക്കായി ബജറ്റിൽ 1 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. ഗ്രാമീണ റോഡുകളുടെ അറ്റകുറ്റപ്പണികൾക്കായി 6 കോടി രൂപയും നീക്കിവെച്ചു. നഗരസഭയുടെ ശ്രദ്ധേയ പദ്ധതിയായ നഗര സൗന്ദര്യവൽക്കരണത്തിനുള്ള പൂമ്പാറ്റ പദ്ധതിക്കായി 10 കോടി രൂപയാണ് ബജറ്റിൽ വകയിരുത്തിയിട്ടുള്ളത്. സമൂഹത്തിൽ ഗുരുതരമായ രീതിയിൽ വ്യാപിച്ചു വരുന്ന ലഹരി ഉപയോഗവും അനുബന്ധ കുറ്റകൃത്യങ്ങളും തടയുന്നതിന് ജനകീയ കൂട്ടായ്മയിൽ വിവിധ പദ്ധതികൾ നടപ്പാക്കും. അസാധാരണമായ കൂടിച്ചേരലുകൾ ഒഴിവാക്കുകയും ടർഫുകൾക്ക് സമയക്രമീകരണം നിശ്ചയിക്കുകയും ചെയ്യും. വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും മൈതാനങ്ങളിലേക്ക് തിരിച്ചെത്തിക്കാൻ ഗ്രാമീയം പദ്ധതി നടപ്പാക്കും. ബാലസഭയുടെ നേതൃത്വത്തിൽ ഒരു വാർഡിൽ 10 കളിക്കൂട്ടങ്ങൾ രൂപീകരിക്കും. നഗരസഭാ ചെയർപേഴ്സൺ നിദ ഷഹീർ ബജറ്റ് അവതരണ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷർ, കൗൺസിലർമാർ, നഗരസഭാ സെക്രട്ടറി എ ഫിറോസ് ഖാൻ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊണ്ടോട്ടി.